ഇവിടെ വന്നിരിക്കുകയാണോ? ജോലിയൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല അല്ലേ? കെട്ടിലമ്മ ചമഞ്ഞ് സുഖിച്ചിരിക്കാവുന്ന ഒരുത്തിയും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും അത് സമ്മതിക്കത്തില്ല. ഞാൻ എന്താ ചെയ്യേണ്ട മുത്തശ്ശി? ഈ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട്, അതൊക്കെ നോക്കി കണ്ട് ചെയ്തൂടെ നിനക്ക്? ദേഹാനങ്ങാതിരുന്ന് തിന്നാലേ പിത്തം പിടിക്കും. ദാ, ഈ തുണി മുഴുവൻ കൊണ്ടുപോയി അലക്ക്. ഈ ശരീരമൊക്കെ ഒന്ന് ഇളകട്ടെ. ഇതാരുടെ ഡ്രസ്സാ? ശർത്തുമോന്റെ. ഇതെന്തിനാ ഇതിന്റെ കൂടെ ഇട്ട? ഞാനിത് കഴുകില്ല. ബാക്കി ആരുടെ വേണമെങ്കിലും അലക്കാൻ ഞാൻ തയ്യാറാ. ശരത്തിന്റെ ഡ്രസ്സ് അലക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എടി, അവൻ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ? ശരത്ത് ഇതുവരെ ഈ വീട്ടിലെ ഒരു അംഗമായിട്ടില്ലല്ലോ. ഇനി അങ്ങോട്ട് ആവാനും പോകുന്നില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? നിത്യ കല്യാണം കഴിക്കാൻ പോവാ ശരത്തുമോൻ. ഈ വീട്ടിലെ മരുമോനാവാൻ പോകുന്നവൻ. മരുമകനല്ല, മകനായാലും ഞാൻ ആ ഡ്രസ്സ് അലക്കില്ല. അതിനെ ചൊല്ലി ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനത് ചെയ്യില്ല. അഹങ്കാരിയാ നീ. ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയപ്പോ ഞങ്ങളെ ഭരിക്കാൻ വരുന്നോ? ഞാൻ ആരെയും ഭരിക്കാനൊന്നും വരുന്നില്ല മുത്തശ്ശി. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ മുത്തശ്ശി എന്നെ നിർബന്ധിച്ചു. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. മുത്തശ്ശിയുടെ ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ അലക്കാം. അല്ലാതെ ശരത്തിന്റെ ഡ്രസ്സ് കൈകൊണ്ട് പോലും ഞാൻ തൊടില്ല. പിന്നെ അവന്റെ വസ്ത്രം ആരലക്കും? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യില്ല. അതവിടെ ഇട്. നീ ആരുടെ അലക്കണ്ടടി? മുത്തശ്ശി, ഞാൻ അലക്കാന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി? വേണ്ടടി, നീ അലക്കണ്ടടി. ആ, എന്നാ വേണ്ടെങ്കിൽ വേണ്ട. നീ തമ്പുരാട്ടിയല്ലേ, അങ്ങ് കൊമ്പത്തെ. ഓ, ഏത് ഗതികെട്ട സമയത്താണോ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ തോന്നിയത്? ഒന്ന് നശിക്കാൻ തുടങ്ങിയതാ ഈ വീട്. ആഹാ, രാവിലെ തന്നെ തുടങ്ങിയോ മുത്തശ്ശി മോളും കൂടെ? മുത്തശ്ശിയോ? ഞാനിവളുടെ മുത്തശ്ശിയൊന്നുമല്ല. ഇവളെന്റെ കൊച്ചുമോളും അല്ല. ആയിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാനേ ഇവള്. മുത്തശ്ശിമാര് പറയുന്നതും കൂടി നല്ലതായിരിക്കണം, എങ്കിലേ അനുസരിക്കാൻ പറ്റൂ. എന്താ എന്താ പ്രശ്നം? അവൾക്ക് ഈ ഡ്രസ് അലക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ശരത്തിൻ്റെത് അലക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെന്താ അലക്കിയാല്? ശരത്തിന്റെ ഡ്രസ്സ് ദേവികമുള്ള അലക്കാൻ. കണ്ടോ, ഇതാണ് കുഴപ്പം. തെറ്റ് ചെയ്താ തിരുത്തേണ്ടതിന് പകരം കൂട്ടു നിന്നാ എന്ത് ചെയ്യും? തോന്നിയാസം കൂടിക്കൂടിയല്ലേ വരൂ. അമ്മ എന്നതാ ഈ പറയുന്നേ? ശരത്ത് ഒരു അന്യപുരുഷനല്ലേ? അങ്ങനെയുള്ള ഒരുത്തിന്റെ ഡ്രസ്സ് കഴുകിയിടാനുള്ള എന്ത് ബാധ്യതയാ ദേവികമ്മക്കുള്ളത്? ബാധ്യതയുടെ കണക്കൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. സുതിമോ മരിച്ചു. അവന്റെ വിധവയെ ഇവിടെ പൊറപ്പിക്കേണ്ട ബാധ്യതയൊന്നും നമുക്കില്ലല്ലോ. എന്നിട്ട് നമ്മളത് ചെയ്യുന്നില്ലേ? അതുപോലെയാണോ അമ്മ ഇത്? അതുപോലെ തന്നെയാ ഇതും. ശരത്ത് ഈ വീട്ടിൽ തന്നെയല്ലേ താമസം? എങ്കിൽ നീ അലക്കി കൊടുക്കടി. എന്റെ മോള് അത് ചെയ്യത്തില്ല. ഇവള് മാത്രമല്ല, നിത്യമോള് അത് ചെയ്യത്തില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ, ഇങ്ങനെയുള്ള തന്തമാരുണ്ടെങ്കിൽ മക്കള് വഴിതെറ്റി പോവേ ഉള്ളൂ. ശരത്തെ നാളെ ഒരിക്കൽ നിത്യയുടെ കഴുത്തി താലി കെട്ടേണ്ടവനാ. അന്ന് അവള് കഴുകി കൊടുക്കണ്ടേ? അത് അന്നല്ലേ? നോക്കാം. എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാത്തോണ്ടാ ഞാൻ പറയുന്നതിന്റെ ഗൗരവ മുത്തശ്ശിക്ക് മനസ്സിലാവാത്തത്. വേണ്ടടി, പുതിയ പാഠങ്ങളൊന്നും നീയായിട്ട് എന്നെ പഠിപ്പിക്കണ്ട. ഈ വയസ്സാം കാലത്ത് ഇനിയോട്ട് പഠിക്കാനും താല്പര്യമില്ല. പാർവതി, ഇന്ന് തൊട്ട് ഇവളെ കൊണ്ട് ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്. പാത്രം പോലും കഴിയിക്കരുത്. മനസ്സിലായോ? എന്തിനാ മുത്തശ്ശി എന്നോട് ഈ വഴക്കിന് വരുന്നേ? അതിന് ഞാൻ എന്ത് തെറ്റാ മുത്തശ്ശിയോട് ചെയ്ത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ നിന്നോട് അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു. നീ വാ പാർവതി. നോക്കി നിൽക്കും അവിടെ കിടക്കട്ടെ.